നമസ്കാരം. സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് സാമ്പത്തിക വിദഗ്ധനായ സന്തോഷ് ടി വർഗീസ് പറയുന്നത്. സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസമുള്ള വിലയിലെ വർധനവിന് കാരണം അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള US ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ കുറവ് വരുത്തി എന്നുള്ളത് കൊണ്ടാണ്. അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും സ്വർണം പോലുള്ള ആസ്തികളിലേക്കുള്ള നിക്ഷേപം വർദ്ധിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. പണം നിക്ഷേപിക്കാനുള്ള മറ്റു പല മാർഗങ്ങൾ ഉള്ളതിൽ ഒന്ന് അമേരിക്കൻ സർക്കാരിന്റെ ബോണ്ടുകളാണ്. അതോടൊപ്പം പലിശ നിരക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബോണ്ടുകളുടെ വില കൂടുന്നുവെന്നാണ് അർത്ഥം. സ്വാഭാവികമായും നിക്ഷേപം നടത്തുന്ന പല ഉപാധികളിൽ ഒന്നാണ് ബോണ്ട്. മറ്റൊന്ന് അമൂല്യ ലോഹങ്ങളാണ്. അപ്പോൾ ബോണ്ടിന് വില കൂടുമ്പോൾ സ്വാഭാവികമായും ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം മുഴുവൻ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും ഒഴുകിയെത്തും. സ്വാഭാവികമായും അതിന്റെ വില വർദ്ധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. അതായത് പലിശ നിരക്ക് കുറയുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയിൽ നിന്ന് നിക്ഷേപം അമേരിക്കയുടെ പുറത്തേക്ക് ഒഴുകും. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയും. ഇത് സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നതിന് ഒരു കാരണമായിട്ട് മാറും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുന്നത്. കുറച്ചു നാൾ കൂടി ഈ സാഹചര്യം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയിലെ പണപ്പെരുപ്പത്തിന്റെ നിരക്കിൽ കുറവ് വരുന്നില്ല. ഇവിടെയുള്ള സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിലും കൂടുതൽ മെച്ചമാകുന്ന സ്ഥിതി അത് കാണാനായിട്ട് കഴിയുന്നില്ല. ആ സാഹചര്യം തുടർന്നാൽ വീണ്ടും താമസിയാതെ തന്നെ അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള ഒരു ആഗോള സാമ്പത്തിക സാഹചര്യം. അതിനാൽ സ്വർണത്തിന്റെ വില വർദ്ധിക്കാൻ തന്നെയാണ് പ്രധാന സാധ്യത. സ്വർണത്തിന്റെ വില കുറയില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അത് കുറയണമെങ്കിൽ ആഗോള സാമ്പത്തിക രംഗത്തുള്ള ആ പ്രതിസന്ധി അഴയുകയും കൂടുതൽ മെച്ചമാവുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ പക്ഷേ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നല്ല പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പെട്ടെന്ന് അതിനകത്തൊരു മാറ്റം ആരും പ്രതീക്ഷിക്കുന്നുമില്ല. സ്വാഭാവികമായും അമൂല്യ ലോഹങ്ങൾ പ്രധാനപ്പെട്ട നിക്ഷേപ മാർഗമാണ്. സ്വർണമായാലും വെള്ളിയായാലും അതിൻ്റെയൊക്കെ വില വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതിയിലല്ല അഭിവൃദ്ധി ഉണ്ടായാൽ അതനുസരിച്ച് സ്വർണ്ണവില താഴത്തേക്ക് വരും. 80,000 അതിലും താഴത്തേക്ക് പോകും. കാരണം കഴിഞ്ഞ ഒരു 50 വർഷക്കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കുത്തനെ വർദ്ധിക്കുകയും കുത്തനെ കുറയുകയും ചെയ്യുന്ന നിരവധി കാലം അത് കാണാനായിട്ട് കഴിയും. എപ്പോഴും അങ്ങനെയാണ്. സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുമ്പോൾ സ്വർണത്തിന്റെ വില കുറയും. സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി രൂപം കൊള്ളുമ്പോൾ സ്വർണത്തിന്റെ വില ഉയരുകയും ചെയ്യും. എല്ലാ കാലത്തും അങ്ങനെയാണ്. അത് കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാലും ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് അത് കാണാനായിട്ട് സാധിക്കും. ഈ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുകയും അഭിവൃദ്ധി രൂപം കൊള്ളുകയും കാര്യങ്ങൾ മെച്ചമാവുകയും ചെയ്താൽ പിന്നെ നമ്മൾ സ്വർണത്തെ കൊണ്ട് നിക്ഷേപിക്കേണ്ടതായിട്ട് വരില്ല. സാധാരണക്കാരോ അല്ലെങ്കിൽ ഇടത്തരക്കാരോ സ്വർണം വാങ്ങുന്നത് കൊണ്ടല്ല വില കൂടിയത്. മറിച്ച് അതിസമ്പന്നരുടെ വലിയ നിക്ഷേപമുണ്ട്. അവർ എവിടെ നിക്ഷേപിക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കണോ അതോ ബോണ്ടുകളിൽ നിക്ഷേപിക്കണോ അല്ലെങ്കിൽ പിന്നെ അമൂല്യ ലോഹങ്ങളായ സ്വർണം അല്ലെങ്കിൽ വെള്ളിയിൽ നിക്ഷേപിക്കണോ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച സംശയം. ഏറ്റവും സുരക്ഷിതമായ മാർഗമെന്ന നിലയിലാണ് അവർ ആ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും ഒക്കെ നിക്ഷേപം കൊണ്ടുപോയി ഇടുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.